ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 58 കാട്ടുതീയിൽ നിന്നു ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ശ്ലോകം 3. തദനു സഹസഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതിഃ സർവതോഗ്നിർജൃംഭേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. തദനു സഹായൈർ ദൂരം അന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സംജാത ഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രം ആനേതും ആരാത് ത്വയി ഗതവതി ഹി സർവതോഗ്നിർജൃംഭേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹേ ശൗരേ, ശൂരസേന വംശത്തിൽ ജനിച്ചവനെ. തദനു അനന്തരം, സഹായൈ സഹ കൂട്ടുകാരോടുകൂടി, ദൂരം അന്വേഷ്യ വളരെ ദൂരത്തിൽ ചെന്നന്വേഷിച്ചിട്ട്, ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാത ഖേദം വഴിതെറ്റുന്ന മുഞ്ഞവനത്തിൽ അകപ്പെട്ടു വലയുന്ന പശുകുലം പശുക്കൂട്ടത്തെ അഭിവീക്ഷ്യ കണ്ടെത്തി, ക്ഷിപ്രം ആനേതും വേഗം കൊണ്ടുവരുന്നതിന് ത്വയി അവിടുന്ന്, ആരാത് അടുക്കൽ, ഗതവതി ചെന്നു ചേർന്നപ്പോൾ, ഹി കഷ്ടം കഷ്ടം, സർവത നാലുഭാഗത്തും, അഗ്നി തീ, ജൃംഭേ കത്തിപ്പടർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തദനു ത ദ എന്നുള്ളത് ദയിൽത്തെ, സഹായൈർ ദൂരമന്വിഷ്യ സഹായൈ എന്ന് നിർത്തിയിട്ട് നമ്മൾ ദൂരമന്വേഷ്യ എന്ന് ചൊല്ലുകയാണെങ്കിൽ ഒരു ദ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 ദ എന്നുണ്ട്. മദ്ദളം എന്നൊക്കെ ഉള്ള പോലെ ദ മെല്ലെ നൂന്നി പറയണം. സഹായൈർ ദൂരമന്വിഷ്യ ശൗരേ അവിടെ നീട്ടിയിട്ട് വിസർഗം. ഗളിത സരണി മുഞ്ചാരണ്യ ഞ ജ എന്നാണ് മുഞ്ചാരണ്യ. സഞ്ജാതഖേദം ഇവിടെ അതുപോലെ ഞ ജ എന്നാണ്. സഞ്ജാതഖേദം ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പശുകുലം അഭിവീക്ഷ്യ ചേർത്തിട്ട് പശുകുലം അഭിവീക്ഷ്യ. അഭി എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. വീക്ഷ്യ എന്നുള്ളതിൻ്റെ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വീക്ഷ്യ. ക്ഷിപ്രമാനേതുമാരാ ഇൽ എന്നാവും എഴുതിയിട്ടുണ്ടാവും. അവിടെ ത് എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. ക്ഷിപ്രമാനേതുമാരാത്. ക്ഷിപ്ര എന്നുള്ളതിൻ്റെ ക്ഷീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ത്വയി ഗതവതി ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഹി സർവത അഗ്നിർജൃംഭേ അത് ചേർത്തിട്ട് സർവതോഗ്നിർജൃംഭേ. സർവതോ എന്ന് നീട്ടിയിട്ട് ഗ്നിർ ആ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ സർവതോന്ന് നീട്ടിയിട്ട് ഗ്നി എന്ന് പറഞ്ഞാൽ മതി. സർവതോഗ്നിർ ജൃംഭേ. ജൃംഭേ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഗ്നിർ ജൃംഭേ എന്നാണത്. ഒന്ന് മെല്ലെ ഊന്നി പറയണം ഇവിടെ ജ എന്നുള്ളത്. അതാണ് 2 ജ എന്ന്. അഗ്നിർ ജൃംഭേ. തദനു സഹസഹായൈർ ദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാത ഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതിഃ സർവതോഗ്നിർജൃംഭേ. അടുത്തത് 4ാമത്തെ ശ്ലോകം. സകല ഹരിദിദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗ അർത്ഥദഗ്ധ ഇവാർത്താ
അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. സകല ഹരിതി ദീപ്തേ ഘോര ഭാങ്കാര ഭീമേ ശിഖിനി വിഹത മാർഗ അർത്ഥ ദഗ്ധ ഇവാർത്താ. അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണം ഉപഗതാ സ്ത്വാം താപ ഹർത്താരം ഏകം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഘോര ഭാങ്കാര ഭീമേ, ഉച്ചത്തിൽ മുഴങ്ങുന്ന ഓങ്കാരധ്വനി കൊണ്ട് ഭയങ്കരമായ ശിഖിനി അഗ്നി. സകല ഹരിതി, എല്ലാ ദിക്കിലും. ദീപ്തേ, എരിഞ്ഞുയർന്നപ്പോൾ. വിഹതമാർഗ, വഴി തടയപ്പെട്ടവരും. അർദ്ധദഗ്ധ ഇവ, പകുതി ദഹിപ്പിച്ചതുപോലെ. ആർത്താ, ദുഃഖിതരുമായ. സർവേ, സകലരും. ആഹാഹ, അയ്യോ കഷ്ടം കഷ്ടം. ഭുവനബന്ധോ, ലോകബന്ധുവായിട്ടുള്ളവനെ. പാഹി പാഹി, ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചാലും. ഇതി, എന്നുച്ചത്തിൽ പറഞ്ഞുകൊണ്ട്. ഏകം, ഒരേ ഒരു. താപഹർത്താരം, ദുഃഖഹരനായ. ത്വാം, അങ്ങയെ. ശരണം, ശരണമായി. ഉപഗത, പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സകല ഹരിതി ദീപ്തേ, ദീ എന്നുള്ളത് ദയൽത്തെ ദ എന്നാണ്. ദീപ്തേ. ഘോര, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഘോര ഭാങ്കാര ഭീമേ, ഭ എന്നുള്ള അക്ഷരം ഭീ എന്നുള്ള അക്ഷരം രണ്ടും നന്നായിട്ട് ഊന്നി പറയണം. ശിഖിനി, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിഹതമാർഗ, അർദ്ധദഗ്ധ, അർദ്ധ എന്നുള്ളതിൻ്റെ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദഗ്ധ, ഗ ധ എന്ന് ചേർന്നിട്ടുള്ളതാണ്, അതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇവാർത്താ, നീട്ടിയിട്ട് വിസർഗം. അഹഹ ഭുവനബന്ധോ, ഭുവന എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ബന്ധോ എന്നുള്ളതിൻ്റെ ബ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ന ധ എന്നാണ്. ബന്ധോ, അത് നന്നായിട്ട് ഊന്നി പറയണം. പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം, ശരണമുപഗതാസ്ത്വാം നീട്ടിയിട്ട് മുറുക്കം. താപഹർത്താരം ഏകം, താപഹർത്താരമേകം. അങ്ങനെ നിർത്താം. സകല ഹരിതി ദീപ്തേ ഘോര ഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധ ഇവാർത്താ. അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.